പെരുമ്പാവൂർ കഥകളി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 17ാമത് പ്രോഗ്രാമിൻ്റെയും വനിതാ ദിനാഘോഷത്തിൻ്റെയും പൊതുസമ്മേളനത്തിന് നാന്ദി കുറിക്കുകയാണ്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ അഡ്വക്കേറ്റ് രേഖ സി നായർ, ഉദ്ഘാടകൻ ശ്രീമതി KN സംഗീത മാം, മുഖ്യപ്രഭാഷണത്തിനെത്തിയ ഡോക്ടർ അപർണ പി, ഗുരുവന്യരായ അധ്യക്ഷൻ രേഖ സി നായർ, ഉദ്ഘാടക ശ്രീമതി KN സംഗീത മാം, മുഖ്യപ്രഭാഷണത്തിനെത്തിയ ഡോക്ടർ അപർണ പി, ഇന്നിവിടെ ആദരണീയത്തിന് എത്തിച്ചേർന്ന നമ്മുടെ ഗുരുവന്യരായ ശ്രീമതി കലാമണ്ഡലം സുമതി ടീച്ചർ, കലാമണ്ഡലം വസന്ത ടീച്ചർ, ഗിരിജ ടീച്ചർ, ശ്രീമതി ശാരദാമ്പാൾ ടീച്ചർ, ശ്രീമതി രാജലക്ഷ്മി അശോകൻ എന്നീ ഗുരുക്കന്മാരെയും വേദിയിലേക്ക് സ്വീകരിക്കുന്നു. ഈ വർഷത്തെ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ ചിത്ര സുകുമാരൻ അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്കൂൾ യുവജനോത്സവത്തിൽ കഥകളി സംഗീതത്തിന് A ഗ്രേഡ് നേടിയ കുമാരിമാർ ശ്രീനന്ദ, കുമാരി ദുർഗ, KN റിതമോൾ എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓഡിറ്റോറിയത്തിന് പുറത്തു നിൽക്കുന്ന എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് വേദിയിൽ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ദീപ്തി ഗിരീഷ്. കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണം കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചകലയൻ കണ്ടേ മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂഡാമണി ഗോപാലചൂഡാമണി ഗോപാലചൂഡാമണി. ദീപ്തി ഗിരീഷിന് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് പെരുമ്പാവൂർ കഥകളി ക്ലബിൻ്റെ 17ാമത് പരിപാടിയും 2025-26 വർഷത്തെ 5ാമത്തെ പ്രോഗ്രാമാണ് ഈ വേദിയിൽ നടക്കുന്നത്.
പെരുമ്പാവൂർ കഥകളി ക്ലബ്ബ് കഴിഞ്ഞ 3 വർഷമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കലാസംഘടനയാണ്. കഥകളി എന്ന കലാരൂപത്തെയും കലാകാരന്മാരെയും പരിചയപ്പെടുത്തുന്നതിനും യുവകലാകാരന്മാർക്കും കലാകാരികൾക്കും പ്രാതിനിധ്യം നൽകുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ യുവതലമുറയ്ക്ക് കഥകളി എന്ന കലാരൂപത്തെ പരിചയപ്പെടുത്തുകയും ആ കലയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം കൂടി ഉൾക്കൊണ്ട് നടത്തുന്ന ഒരു സംഘടനയാണ് പെരുമ്പാവൂർ കഥകളി ക്ലബ്ബ്. ഏറെ സന്തോഷപൂർവ്വം നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഈ വേദിയുടെ പ്രത്യേകത എല്ലാം സ്ത്രീരത്നങ്ങളാണ്. മാർച്ച് 8 വനിതാ ദിനാഘോഷം. എല്ലാ വർഷവും വനിതാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി പെരുമ്പാവൂർ കഥകളി ക്ലബ്ബ് ഒരു വേദി സ്ത്രീകളെ നിറസാന്നിധ്യമാക്കിക്കൊണ്ട് തന്നെ ഒരു പരിപാടി നടത്തുകയുണ്ട്. ഈ വർഷത്തെ പരിപാടിയിൽ നമ്മൾക്കേവർക്കും പ്രിയങ്കരികളായ സ്ത്രീരത്നങ്ങളാണ് ഈ വേദിയിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ പുരുഷന്മാർക്കൊപ്പം ഇടനേടിയ വ്യക്തിത്വങ്ങളുടെ ഒരു ഓർമ്മ ദിനം കൂടിയാണ് വനിതാ ദിനം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ വേദിയിലിരിക്കുന്ന സ്ത്രീരത്നങ്ങളെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പെരുമ്പാവൂർ കഥകളി ക്ലബിൻ്റെ വൈസ് പ്രസിഡൻറ്റും ജോലി തിരക്കിനിടയിലും കലയെ സ്നേഹിക്കുന്ന ഹൃദയത്തിനുടമയുമായ അഡ്വക്കേറ്റ് രേഖ സി നായർ, രേഖ ചേച്ചിക്ക് ഔപചാരികതയുടെ പേരിൽ ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി KN സംഗീത മേഡത്തിനെയാണ്. ചെറുപ്രായത്തിൽ തന്നെ സംഗീതവും നൃത്തവുമെല്ലാം ജീവിതത്തിൽ ചേർത്ത് വെച്ച വ്യക്തിത്വമാണ്. ഇന്ന് നമ്മുടെ നാടിൻ്റെ നഗരമാതാവായി നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ സംഗീത മേഡത്തിനെ ഈ വേദിയിലേക്ക് സ്നേഹബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രഭാഷണത്തിന് എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ട വ്യക്തിത്വം ഡോക്ടർ അപർണ PA ആണ്. പ്രമുഖ കൂടിയാട്ട കലാകാരിയും കാലടി ശ്രീശങ്കര കോളേജിലെ സംസ്കൃത അധ്യാപികയും കലാരംഗത്തെ സ്ത്രീരത്നവുമായ ഡോക്ടർ അപർണ P അവറുകളെ ഔപചാരികതയുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പെരുമ്പാവൂർ കഥകളി ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ള വനിതാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യങ്ങളായ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പെരുമ്പാവൂരിൻ്റെ അഭിമാനവും നിറദീപവുമായ കലാമണ്ഡലം സുമതി ടീച്ചറെയാണ് ആദ്യമായി സ്വാഗതം ചെയ്യുന്നത്. നൃത്തലോകത്തെ നിരവധി കലാപ്രതിഭകളെ വാർത്തെടുക്കുകയും ഈ വേദിയിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വലിയ ശിഷ്യ സമ്പത്തുകളുള്ള കലാകാരികളെയും കൈപിടിച്ചുയർത്തിയ കലാ സാംസ്കാരിക രംഗത്തെ നിറദീപമായ ഗുരു കലാമണ്ഡലം സുമതി ടീച്ചറുടെ അസാന്നിധ്യത്തിലും ഈ വേദിയിലേക്ക് ഏറെ സ്നേഹബഹുമാനപൂർവ്വം ടീച്ചറെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പെരുമ്പാവൂരിൻ്റെ മറ്റൊരു തിലകക്കുറിയും നിരവധി ശിഷ്യസമ്പത്തും നൃത്തലോകത്തെ അഭിമാനവും എന്നും ഒരു ചിരിച്ച മുഖത്തോടുകൂടി വേദികളിൽ സജീവമായി നിലകൊള്ളുന്ന സ്ത്രീരത്നം കലാമണ്ഡലം വസന്ത ടീച്ചറെ ഏറെ സ്നേഹബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഗിരിജ ടീച്ചർക്കാണ്. യഥാർത്ഥ നാമധേയം ടീച്ചറുടെ ED സാവിത്രി ദേവി എന്നാണ്. പക്ഷേ ടീച്ചറെ കൂടുതലും നമ്മൾ ഗിരിജ ചേച്ചി അല്ലെങ്കിൽ ഗിരിജ ടീച്ചർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച് സംഗീതം സബരിയാക്കി നിരവധി ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത സംഗീത കലാകാരിയാണ് ഗിരിജ ടീച്ചർ. സംഗീത ലോകത്തെ ഈ വനിതാരത്നത്തെ ഈ വേദിയിലേക്ക് സ്നേഹബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അടുത്തതായി നമ്മൾക്കെല്ലാവർക്കും ഏറെ അറിയാവുന്ന ശാരദ ടീച്ചറാണ്. പെരുമ്പാവൂരിൻ്റെ സംഗീത ലോകത്ത് മാറ്റുരച്ച് നിരവധി ശിഷ്യ സമ്പത്തുകൾക്ക് സംഗീതം പകർന്നു നൽകിയ കലാകാരി. ഇന്നും സംഗീതത്തെ ചേർത്ത് പിടിച്ച് സ്ത്രീരത്നമായ ശ്രീമതി CG ശാരദാമ്പാൾ ടീച്ചറെ ഈ വേദിയിലേക്ക് ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി പെരുമ്പാവൂരിൻ്റെ മറ്റൊരു നിറദീപം, പെരുമ്പാവൂരിൻ്റെ അഭിമാനമായ കലാ സാംസ്കാരിക രംഗത്തും സംഗീത ലോകത്തും ഏറെ അഭിമാനപൂർവ്വം പെരുമ്പാവൂർ ചേർത്ത് നിൽക്കുന്ന രാജലക്ഷ്മി ടീച്ചറെയാണ്. എന്നും പെരുമ്പാവൂരിലെ സംഗീത ലോകത്തെ നിറസാന്നിധ്യവും അനേകം ശിഷ്യസമ്പത്തിനുടമയും സംഗീതത്തെ ശ്വാസവുമാക്കി മാറ്റിയ എൻ്റെ ടീച്ചർ കൂടിയായ ശ്രീമതി രാജലക്ഷ്മി അശോകനെ ഏറെ സ്നേഹബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ 2025 കേരള സംഗീത നാടക അക്കാദമി മോഹിനിയാട്ടം അവാർഡ് ലഭിച്ച കലാകാരി ചിത്ര സുകുമാരൻ ചേച്ചിയാണ്. നൃത്തലോകത്ത് സജീവമായി പ്രവർത്തിക്കുകയും ചെറുപ്രായത്തിൽ തന്നെ നൃത്ത പഠനം ആരംഭിച്ച് ഇന്ന് ലോകമെമ്പാടും മോഹിനിയാട്ടം എന്ന കലാരൂപത്തെ പരിചയപ്പെടുത്തുകയും നിരവധി അന്തർദേശീയ വേദികളിലും നൃത്തോത്സവങ്ങളിലും നൃത്തം അവതരിപ്പിക്കുകയും ചെയ്ത, പെരുമ്പാവൂരിന് ഒരു തിലകക്കുറി കൂടി സമ്മാനിച്ച വനിതാരത്നം നർത്തകി ശ്രീമതി ചിത്ര സുകുമാരൻ. ചിത്ര ചേച്ചിക്ക് ഏറെ സ്നേഹബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കഥകളി സംഗീതത്തിൽ A ഗ്രേഡ് നേടിയ കുമാരിമാർ ശ്രീനന്ദ പ്രശാന്തിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു കൊച്ചു കലാകാരി കുമാരി ദുർഗ P. കഥകളി സംഗീതത്തിന് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ A ഗ്രേഡ് ലഭിച്ച കുമാരി ദുർഗ P.യെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേരള സർക്കാരിൻ്റെ വിജയാമൃതം പുരസ്കാരം നേടിയ മറ്റൊരു കലാകാരിയാണ് കുമാരി KN റിതമോൾ. KN റിതമോളെ ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഏതൊരു പരിപാടിയുടെയും വിജയം നമുക്കറിയാം. കാണാൻ വരുന്ന കാണികൾ നിങ്ങൾ ഓരോരുത്തരുമാണ്. കഥകളി ക്ലബിൻ്റെ എല്ലാ പരിപാടികൾക്കും നിറഞ്ഞ സദസ്സോടെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന കാണികൾക്കും ഇന്ന് ഈ വേദിയിൽ കുറച്ചു മുമ്പ് കഥകളി അവതരിപ്പിച്ചതും അടുത്ത കഥ അവതരിപ്പിക്കുന്ന ഒരുപാട് കലാകാരന്മാർ നമ്മുടെ വേദിയിൽ പുറകിലുണ്ട്. ആ അണിയറ കലാകാരന്മാർക്കും ഇന്ന് ഈ കഥകളിൽ സംബന്ധിച്ച എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കഥകളി ആസ്വാദകർക്കും കലാ സ്നേഹികൾക്കും പെരുമ്പാവൂർ കഥകളി ക്ലബിൻ്റെ അംഗങ്ങളുടെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സുസ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കഥകളി ക്ലബ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖ C. നായർ അവരുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട ഇന്നത്തെ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പെരുമ്പാവൂർ നഗരസഭ അധ്യക്ഷ ശ്രീമതി സംഗീത, ഇന്നത്തെ ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ അപർണ P. ഇന്ന് നമ്മളുടെ ആദരം സ്വീകരിക്കാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പെരുമ്പാവൂരിൻ്റെ അഭിമാനങ്ങളായ ഏറ്റവും പ്രിയപ്പെട്ടവരായ നമ്മുടെ ടീച്ചർമാരും ചിത്രചേർച്ചി ഉൾപ്പെടെയുള്ള കലാകാരികളും, അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളുടെ സ്കൂൾ കലാമേളയിൽ പ്രധാനമായി A ഗ്രേഡ് നേടിയ കഥകളി സംഗീതത്തിലും മറ്റും A ഗ്രേഡ് കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട കുട്ടികൾ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ വേദിയിൽ നമ്മൾ പ്രത്യേക ക്ഷണിതാവായി വിളിച്ചിട്ടുള്ള ശ്രീമതി റിതമോൾ, പിന്നെ ഇന്ന് ഈ വേദിയിൽ സദസ്സിലിരിക്കുന്ന ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.
നമ്മളെ കഥകളി ക്ലബിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മുടെ സ്വാഗത പ്രാസംഗിക ഇവിടെ പറയുകയുണ്ടായി. ഈ വൈകിയ വേളയിൽ വലിയൊരു അധ്യക്ഷ പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ലെന്നറിയാം. എന്നിരുന്നാലും 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകുവാൻ മാത്രം ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്ന് നമ്മളുടെ ഈ 17ാമത് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പണ്ട് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ ഈ കഥകളി ക്ലബ്ബ് വളരെ പ്രാവീണ്യത്തോടെ അല്ലെങ്കിൽ വളരെ തലയുയർത്തി പിടിച്ച് നിന്നിരുന്ന ഒരു ക്ലബ്ബായിരുന്നു. പണ്ട് കാലത്ത് ഗംഗാധരൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ട് പോന്നിരുന്ന ഒരു ക്ലബ്ബായിരുന്നു. പിന്നീട് അത് നിലച്ചു പോവുകയും പിന്നീട് ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നമുക്കതൊന്ന് വീണ്ടും പുനരുദ്ധരിച്ച് കൊണ്ടുവരാനും ഈ 3 വർഷം കൊണ്ട് ഇത്രയും പരിപാടികൾ നടത്തിയെടുക്കാനും സാധിച്ചത് ഓരോരുത്തരുടെയും അകമഴിഞ്ഞ ഒരു സ്നേഹം കൊണ്ടും ഏറ്റവും കൂടുതലുള്ള ഇതിനോടുള്ള ഒരു സമീപനം കൊണ്ട് മാത്രമാണെന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷവും ഇത് 3ാമത്തെ പരിപാടിയാണ്. ഈ വനിതാ ദിനത്തിൽ സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 1-2 കളികളും അതോടൊപ്പം സ്ത്രീകളെ ആദരിക്കുന്ന ഒരു ചടങ്ങും എല്ലാ 3 വർഷമായി നമ്മൾ നടത്തി വരുന്നു. പ്രത്യേകമായും ഈ സ്ത്രീകളെ ആദരിക്കുന്ന ഈ ചടങ്ങിന് പ്രത്യേകമായ ഒരു താല്പര്യമെടുക്കുന്നത് ഈ കമ്മിറ്റിയിൽ നമ്മുടെ പുരുഷന്മാരായ നമ്മളുടെ സഹോദരന്മാർ തന്നെയാണ്. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് എപ്പോഴും ഒപ്പത്തോടൊപ്പം നിൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് നമ്മുടെ കഥകളി ക്ലബിനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുന്നതും. അപ്പോൾ അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഈ കഥകളി ക്ലബിന് എല്ലാവരുടെ സഹകരണത്തിന് എന്നും നമ്മുടെ കഥകളി ക്ലബിൻ്റെ പേരിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇന്നിവിടെ നമുക്ക് ഇവിടെ വേദിയിലിരിക്കുന്ന വിശിഷ്ടങ്ങളായ വ്യക്തികളെ കുറിച്ചിട്ട് കൂടുതലായ വിശേഷണങ്ങളെല്ലാം നമ്മളുടെ സ്വാഗത പ്രാസംഗിക പറഞ്ഞു കഴിഞ്ഞു. കൂടുതലായിട്ടൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല. എല്ലാവർക്കും തിരക്കുകളുള്ളവരാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും വളരെ സ്നേഹത്തോടെ കഥകളി ക്ലബിന് വേണ്ടി സ്വാഗതം ആശംസിക്കുകയും വന്നു ചേർന്നതിലുള്ള എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പ്രധാനമായും നമുക്കിന്ന് ശ്രീമതി ഡോക്ടർ അപർണ പി കൂടിയാട്ടം ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ശങ്കര കോളേജിലെ പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടറുടെ ഒരു പ്രത്യേകമായ ഒരു ക്ലാസ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണവും കലയും എന്നുള്ള വിഷയത്തിൽ. അത് നമുക്ക് ഏവർക്കും വളരെ ഹൃദ്യമായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം കല ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. കലയാണ് നമ്മുടെ ഏതൊരു വ്യക്തിയുടെയും അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ഉന്നതിയിലേക്ക് എത്തിക്കുന്ന ഏറ്റവും അടിസ്ഥാന ഘടകം. കാരണം കലയിലൂടെയാണ് ഒരു വ്യക്തിയുടെ വളർച്ചയും ഒരു സമൂഹത്തിൻ്റെ വളർച്ചയും നിലനിൽക്കുന്നതെന്ന് അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് വിശദമായി സംസാരിക്കാൻ ഡോക്ടർ അപർണ ഇവിടെ ഉണ്ട്, നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ബാക്കി എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി അങ്ങോട്ടും കഥകളി ക്ലബിൻ്റെ പരിപാടികളിൽ എല്ലാവരുടെയും സ്നേഹാദരങ്ങളും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ നഗരസഭാധ്യക്ഷ ശ്രീമതി KN സംഗീത മേഡത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന നമ്മുടെ കലയുടെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന നമ്മുടെ എല്ലാ അധ്യാപകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തടസ്സിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഒരാഴ്ചയാകുന്നു. നമ്മുടെ മാർച്ച് 8-ാം തീയതിയാണ് വനിതാ ദിനം. എന്നിരുന്നാലും ഇന്നിപ്പോൾ ഒരു ദിവസത്തിൽ ഒതുക്കാതെ ഇന്നിപ്പോൾ 14-ാം തീയതി മാർച്ചായി. 7 ദിവസം പിന്നിടുകയാണ്. ഓരോ ദിവസങ്ങളിലും നമ്മുടെ വനിതകളെ ആദരിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളിലും നമ്മൾ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കണ്ടുവരുന്നത്. ശരിക്കും പെരുമ്പാവൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കലയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകി ഒരുപാട് കലാരംഗത്ത് ഒത്തിരി വൈദഗ്ധ്യം തെളിച്ച പ്രതിഭകളെ സമ്മാനിച്ചൊരു നാടാണ് പെരുമ്പാവൂർ നഗരസഭ എന്ന് പറയുന്നത്. അതിന് നമ്മുടെ ഫാസ് അതോറിറ്റിയും ശരിക്കും നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഏത് പ്രോഗ്രാം നടത്തണമെങ്കിലും ഫാസിൻ്റെ ഒരു വേദിയാണ് നമുക്ക് എല്ലാവർക്കും അനുവദിച്ച് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഒരുപാട് വേദികളിലേക്ക് നമ്മുടെ പെരുമ്പാവൂരിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരുപാട് നമ്മുടെ അന്തർദേശീയ തലത്തിലേക്ക് എനിക്ക് അഭിമാനത്തോടെ പറയാം. ഒരു കാലത്ത് ചിത്ര ചേച്ചി ഒന്നിച്ച് ഒരു അധ്യാപികയുടെ കീഴിൽ
നമ്മുടെ സ്വന്തം സുമതി ടീച്ചറിൻ്റെ കീഴിൽ അധ്യാപനം ചെയ്യാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ഏറ്റവും ശിഷ്യസമ്പത്തുള്ള ഒരു അധ്യാപികയാണ് സുമതി ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചറും ടീച്ചറിൻ്റെ ഒരു ലോകം പടുത്തുയർത്തിയത്, വ്യക്തിപരമായൊരു ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തത് ടീച്ചറുടെ കല എന്നൊരു ഒരു നൃത്തം, ശ്വാസത്തിലും ടീച്ചറുടെ ഓരോ നിശ്വാസത്തിലും ഒരു ജീവിത സബരിയായി കൊണ്ട് നടന്ന ഒരു നൃത്താധ്യാപികയാണ് നമുക്ക് സുമതി ടീച്ചർ എന്ന് പറയുന്നത്. ആ പാത പിന്തുടർന്ന് വന്ന ചിത്ര ചേച്ചിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസ്ഥയിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ എനിക്ക് കേട്ടുകേൾവി മാത്രമുള്ള അധ്യാപകരാണ്. എന്നിരുന്നാലും എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റിയിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ പെരുമ്പാവൂർ നഗരത്തിലെ എല്ലാവരും തന്നെ സ്ത്രീരത്നങ്ങളായിട്ട് തന്നെ അവരെ ആദരിക്കപ്പെടേണ്ട വളരെ അർഹതപ്പെട്ട ഒരു വേദി തന്നെയാണിത്. എല്ലാത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഔപചാരികമായി ഈ കഥകളി ക്ലബിൻ്റെ ഉദ്ഘാടനം നടത്തിയെ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ചെയർപേഴ്സണെ ആദരിക്കുന്നതിനായി കഥകളി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖ സി നായരെ ക്ഷണിക്കുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ഡോക്ടർ അപർണ പി നായരെ വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുഭ്യോ നമഃ. സദസ്സിലിരിക്കുന്ന ഗുരുനാഥമാർക്കും ഈയൊരു പരിപാടി കാണുവാനും ആസ്വദിക്കുവാനും വന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ഏറെ സന്തോഷമുണ്ട് ഇന്ന് ഇങ്ങനെയുള്ള ഒരു സഭയിലേക്ക് എന്നെ വിളിച്ചതിൽ. ഇന്നിപ്പോൾ ഇവിടെ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ ഗുരുനാഥന്മാരും പെരുമ്പാവൂർ ദേശക്കാർ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ ഈ ഒരു ദേശത്തല്ലാത്ത ഒരാൾ ഞാൻ മാത്രമാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇരിങ്ങാലക്കുടയാണ് എൻ്റെ സ്വദേശം. ഇരിങ്ങാലക്കുട അമ്മന്നൂർ ചാച്ചു ചാക്യാർ സ്മാരക ഗുരുകുലം എന്ന് പറയുന്ന കൂടിയാട്ട വിദ്യാലയം കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം തന്നെയാണ്. അവിടെയാണ് കൂടിയാട്ടം അഭ്യസിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ അമ്മാവന്മാരായിട്ടുള്ള പത്മഭൂഷൺ ഡോക്ടർ ഗുരു അമ്മന്നൂർ മാധവ ചാക്യാർ, ഗുരു അമ്മന്നൂർ പരമേശ്വര ചാക്യാർ, അച്ഛനായിട്ടുള്ള അമ്മന്നൂർ കുട്ടൻ ചാക്യാർ, ശ്രീമതി ഉഷാ നങ്ങ്യാർ എന്നിവരുടെ കീഴിൽ 15 വർഷത്തോളം ചിട്ടയായ ഗുരുകുല സമ്പ്രദായത്തിലുള്ള കൂടിയാട്ട പഠനം നടത്താനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ കൂടിയാട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലം ആദ്യം ഒന്ന് പറയാമെന്ന് വിചാരിക്കണു. സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം കൂടിയാട്ടം ഉണ്ടായ കാലം തൊട്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്നതാണ്. കാരണം സംസ്കൃത നാടക അഭിനയമാണ് കൂടിയാട്ടം. അപ്പോൾ നാടക അവതരണമായതുകൊണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിക്കാൻ പണ്ടു മുതൽക്കേ തന്നെ, എന്നാണോ കൂടിയാട്ടം ഉണ്ടായത് അന്ന് തൊട്ട് സ്ത്രീകൾ തന്നെയാണ് രംഗത്ത് വന്നിരുന്നത് എന്നാണ് കേട്ടുകേൾവി. അന്നൊക്കെ പ്രധാന വേഷങ്ങളെ രംഗത്ത് അവതരിപ്പിക്കാൻ മാത്രമേ സ്ത്രീ വേഷങ്ങൾ രംഗത്ത് വന്നിരുന്നുള്ളൂ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ശൂർപ്പണഖാംഗം, ശക്തിഭദ്രൻ്റെ ആശ്ചര്യചൂടാമണി എന്ന നാടകത്തിലെ 2ാമത്തെ അംഗമായിട്ടുള്ള ശൂർപ്പണഖാംഗത്തിൽ ലളിത എന്നുള്ള ഒരു കഥാപാത്രം, അതുപോലെ സുഭദ്ര, അതുപോലെ ഏറെ ശക്തിമത്തായിട്ടുള്ള ഒരു കഥാപാത്രമാണ് നാഗാനന്ദത്തിലെ മലയവതി. കെട്ടിഞ്ഞാലൽ എന്ന് പറയുന്ന സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു രംഗം അതിൽ ഉണ്ടായിരുന്നു. സ്വയം ജീവൻ ഒടുക്കാനായിട്ട് പോകുന്ന ഒരു രംഗമൊക്കെ അവതരിപ്പിക്കുന്ന അതിപ്രസിദ്ധമായിട്ടുള്ള
ഒരു കഥാപാത്രമാണ് മലയവതി എന്ന് പറയുന്ന കഥാപാത്രം. അങ്ങനെ നിരവധി പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്ന പ്രഗത്ഭമതികളായിട്ടുള്ള സ്ത്രീകൾ പണ്ട് തൊട്ടേ കൂടിയാട്ട രംഗത്ത് സജീവമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്. കാരണം കൂടിയാട്ടം രംഗത്ത് അവതരിപ്പിക്കുന്നത്, ഒരു നാടകം രംഗത്ത് അവതരിപ്പിക്കുന്നത് ക്രമദീപിക എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. സ്റ്റേജ് മാനുവൽ എന്ന് പറയും. അതായത് ഒരു നാടകം തുടങ്ങിയാൽ ആ വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് മുതൽ തന്നെ എന്തൊക്കെ ചെയ്യണം എന്ന് തുടങ്ങി ആ നാടകം അവസാനിക്കുന്നത് വരെ ഓരോ വ്യക്തികളും, കഥാപാത്രമല്ല, അതിന് വാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വരെ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമാണ് ക്രമദീപിക. ആ ക്രമദീപികയിൽ കൃത്യമായിട്ട് വളരെ പണ്ട് കാലം തൊട്ട് തന്നെ ഗ്രന്ഥങ്ങൾ ഒരുപാട് പരിശോധിച്ചിട്ടുള്ളതാണ്. അന്നും ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കലാരൂപം തന്നെയാണ് കൂടിയാട്ടം. കഥകളി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അത്ര ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല കഥകളിയുടെ കാര്യത്തിൽ. പക്ഷേ പണ്ട് ഒരു കാലത്ത് പുരുഷന്മാർ മാത്രം രംഗത്ത് വന്നിരുന്ന ഒരു കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് പ്രഗത്ഭമതികളായിട്ടുള്ള സ്ത്രീജനങ്ങൾ കഥകളി തൻ്റെ ഒരു ഉപാസനയായിട്ട് കണ്ടുകൊണ്ട് അതിനെ അങ്ങേയറ്റം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ചിട്ടയായിട്ട് അഭ്യസിച്ച് രംഗത്ത് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ധാരാളമായിട്ട് കാണാനുണ്ട്. അത് സ്ത്രീകളുടെ ഒരു മുന്നേറ്റമായിട്ട് തന്നെ സന്തോഷത്തോടെ കാണുന്ന ഒരു കലാകാരിയാണ് ഞാൻ. കൂടിയാട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വേഷം കെട്ടുക എന്നതിന് ഉപരിയായിട്ട് ഒരു കൂടിയാട്ടം അല്ലെങ്കിൽ കൂത്ത്, ഇതൊക്കെ ഒരു കുടുംബത്തിൽ തന്നെ വരുന്നതാണ്. കൂടിയാട്ടമായാലും ചാക്യാർ കൂത്തായാലും നങ്ങിയാർ കൂത്തായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത് നടക്കണമെങ്കിൽ ഒരു സ്ത്രീ പ്രാതിനിധ്യമില്ലാതെ നടക്കില്ല എന്നുള്ളതാണ്. താളം പിടിക്കാൻ ഒരു നങ്ങിയാർ അവിടെ ഇല്ലാതെ ഒരു കൂടിയാട്ടം സമ്പൂർണ്ണമാവില്ല. കാരണം പലതും അവർ ചൊല്ലേണ്ടതായ ശ്ലോകങ്ങളും വാക്യങ്ങളും ഒക്കെ അതിലുണ്ട്. അപ്രധാനമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ രംഗത്ത് പ്രവേശിപ്പിച്ചിരുന്നില്ല. കാരണം കൂടിയാട്ടം പൂർണ്ണമായിട്ടും അഭിനയത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നൊരു കലാരൂപമാണ്. അതുകൊണ്ട് അഭിനയിക്കാൻ കുറച്ച് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ കഥാപാത്രത്തിനെ രംഗത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. പഞ്ചകന്യകകളെ പണ്ട് രംഗത്ത് പ്രവേശിപ്പിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം നാടകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ സീതയായാലും മണ്ഡോദരിയായാലും അഭിനയിക്കാൻ ആഴത്തിൽ ഒന്നും അതിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശൂർപ്പണഖാംഗം എടുത്തു നോക്കിയാൽ സീത എന്ന കഥാപാത്രം ആദ്യത്തെ കഥാപാത്രമാണ്. ആദ്യം രംഗത്ത് പ്രവേശിക്കുന്നത് ശ്രീരാമനും സീതയാണ്. അവസാന രംഗം വരെ സീതയുണ്ട് നാടകത്തിൽ. പക്ഷേ സീതയ്ക്ക് മാത്രമായിട്ട് ഡീപ്പായിട്ട് അഭിനയിക്കാൻ ഒന്നുമില്ല. വേഷം കെട്ടി കുറേ വാക്യങ്ങൾ ചൊല്ലാമെന്നുള്ളതല്ലാതെ. അതുകൊണ്ടായിരിക്കാം പണ്ടുള്ളവർ ആ കഥാപാത്രത്തിനെ രംഗത്ത് പ്രവേശിപ്പിക്കാതിരുന്നത്. അതുമാത്രമല്ല, പണ്ട് ഇത്രയധികം സ്ത്രീകളുടെ രംഗപ്രവേശം ഉണ്ടായിരുന്നോ എന്നും സംശയമാണ്. ഇപ്പോൾ ഒരു കുടുംബത്ത് ധാരാളം സ്ത്രീകളുണ്ടെങ്കിലും 1-2 പേരാണ് പരമാവധി അതിനെ ഹൃദയത്തിലേക്ക് എടുത്ത് അതിനെ പഠിക്കാൻ മുമ്പോട്ട് വന്നിരുന്നത് എന്നുള്ളതാണ് സത്യം. അത് അന്നത്തെ ഒരു കാലഘട്ടവും അങ്ങനെയായിരുന്നു. കാരണം ഇന്നത്തെ പോലുള്ളൊരു സാഹചര്യമല്ല. യാത്ര ചെയ്തു പോകണം. ഇപ്പോൾ കൂത്തിനായാലും പണ്ടൊക്കെ ഒരു സ്ഥലത്തേക്ക് പോയാൽ 2 മാസക്കാലം അവിടെ താമസിക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അത്. പക്ഷേ ഇപ്പോൾ കാലഘട്ടം മാറിയതോടുകൂടി സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ പണ്ട് സ്ത്രീകൾ അത്ര അധികം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ കഥാപാത്രങ്ങളെ രംഗത്ത് പ്രവേശിപ്പിക്കാതിരുന്നത് എൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം, അഭിനയിക്കാൻ അത്ര ഡീപ്പായിട്ടൊന്നുമില്ല എന്നുള്ളതും അതിൻ്റെ ഒരു കാരണമാണ്. പക്ഷെ ഇന്ന് ശൂർപ്പണഖാംഗം കൂടിയാട്ടം സീതയില്ലാതെ നമുക്ക് വിചാരിക്കാനേ പറ്റില്ല. കാരണം അത് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നൊരു കാലം മുതൽക്ക്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപുള്ളൊരു കാലം തൊട്ടേ സീതയെ രംഗത്ത് പ്രവേശിപ്പിക്കാൻ തുടങ്ങി. കുറേ ആളുകൾ ഇത് പഠിക്കാൻ തയ്യാറായിട്ട് വന്നു. അപ്പോൾ എന്തുകൊണ്ട് സീതയെ രംഗത്ത് വരുത്തിക്കൂടാ എന്നൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് എന്നാൽ അങ്ങനെ നോക്കാം എന്ന് പറഞ്ഞ് ഗുരുനാഥൻ തന്നെ വാക്യങ്ങൾ പഠിപ്പിക്കുകയും രംഗപ്രവേശം ചെയ്യിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് അഭിനയിക്കാൻ ഏറെയൊന്നുമില്ലെങ്കിലും അതൊരു നിറവാണ്. ശ്രീരാമനെയും സീതയെയും കാണുമ്പോൾ ആ രംഗത്ത് അതൊരു നിറവാണ്. മറ്റേത് ശ്രീരാമനുണ്ട്, ലളിതയുമുണ്ട്. ലളിത എന്ന് പറഞ്ഞാൽ ശൂർപ്പണഖ സുന്ദരീവേഷം ധരിച്ചു വരണതാണ്. പണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ സീത അപ്പുറത്ത് ഉണ്ട് എന്നുള്ള സങ്കല്പത്തിൽ ലളിത വന്ന് ശ്രീരാമനായിട്ടുള്ള സംഭാഷണമാണ്. അത് സങ്കല്പമാണ്. പക്ഷെ ഇന്ന് സീതയും കൂടി അവിടെ ഇരുന്നിട്ട് ലളിത വരുമ്പോൾ അതൊരു വലിയ നിറവാണ്.
അത് സ്ത്രീകളുടെ ആ ഒരു ഇതിലേക്കുള്ളൊരു മുന്നേറ്റം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ പണ്ടൊക്കെ ഒരു കാലഘട്ടം വരെ എന്ന് പറയാം, അത് ഈ അടുത്ത കാലം വരെ കൂടിയാട്ടത്തിൽ പുരുഷ വേഷങ്ങൾ സ്ത്രീകൾ കെട്ടില്ലായിരുന്നു. ഞാനിതുവരെ പുരുഷവേഷം കെട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം നാടകമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതാത് ഡയലോഗുകൾ അവനവൻ തന്നെ ചൊല്ലി അഭിനയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഇതിൽ. അപ്പോൾ രാവണൻ്റെ വേഷം കെട്ടി വന്നിട്ട് സ്ത്രീകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അതിനൊരു അരോചകത്വം വരും എന്നുള്ളത് ഒരു കാരണം. പണ്ടത്തെ കാര്യമല്ല, ഈ ഒരു മധ്യകാലഘട്ടത്തിൽ ഞങ്ങളെയൊന്നും ഒട്ടും അതിനെ സമ്മതിച്ചിരുന്നില്ല. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ട് അനുമതി ചോദിച്ചപ്പോൾ ഗുരുനാഥൻ പകുതി സമ്മതേ തന്നുള്ളൂ. എന്തിനാ അവിടെയൊക്കെ പോയി വേഷം കെട്ടണേ എന്ന് ചോദിച്ചിരുന്നു. അമ്മന്നൂർ മാധവച്ചൊക്കെ അവരുടെ സമ്മതമില്ലാതെ നമ്മൾ ഒരടി പോലും മുമ്പോട്ട് വെക്കില്ല. ഇപ്പോഴും പേടിയാണ്. അപ്പോൾ അദ്ദേഹം അന്ന് ചോദിച്ചു, പകുതി സമ്മതത്തോടെയാണ് വേഷം കെട്ടുക. അപ്പോൾ പുരുഷവേഷം എന്ന് ചോദിക്കാൻ തന്നെ പേടിയാണ്, അത് ചോദിക്കാറേ ഇല്ല. അതുകൊണ്ട് ഞാനും എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഒരു സരിത എന്ന് പറഞ്ഞ് ഇപ്പോഴും കൂടിയാട്ട രംഗത്ത് സജീവമായ കലാകാരിയാണ്. ഞങ്ങൾ രണ്ടുപേരും സ്ത്രീകൾ മാത്രമുള്ള ഉദ്യാനവർണ്ണനയാണ് രംഗത്ത് അവതരിപ്പിച്ചത്. അന്നും പുരുഷവേഷം കെട്ടാൻ തോന്നിയിട്ടുമില്ല വേണമെന്നും. അതുപോലെ എന്താ പറയുക, അങ്ങനെ ഒരു അവസരം ഗുരുകുലത്തിൽ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ കലാമണ്ഡലത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ധാരാളം പുരുഷവേഷം കെട്ടാനായിട്ട് മുൻപോട്ട് വരുന്നുണ്ട്. അതുമാത്രമല്ല, എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയണതിൻ്റെ പ്രധാന ഒരു കാരണം, ഇപ്പോൾ ഉഷ്ചേച്ചിയൊക്കെ എപ്പോഴും പറയണ കേൾക്കാം, അതായത് സ്ത്രീകൾക്ക് കൂടിയാട്ടത്തിൽ പുരുഷന്മാരെ പോലെ അഭിനയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു കാലത്ത് വളരെയധികം വിഷമിച്ചിട്ടുണ്ട്. അവർ അഭിനയിക്കണ കണ്ടിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു ശ്രീകൃഷ്ണചരിതം നങ്ങ്യാർകൂത്ത് പണ്ട് തൊട്ടേ ഉള്ളതാണെങ്കിൽ പോലും അതിനെ ഒന്ന് പുനർനവീകരിച്ചതിന് ശേഷം, ശ്രീകൃഷ്ണചരിതം നങ്ങ്യാർകൂത്ത് എന്ന് പറഞ്ഞാൽ മധുര രാജധാനിയുടെ ഉത്ഭവം മുതൽ ദ്വാരക ഉണ്ടായിട്ട് അവിടെ സുഭദ്ര ഉണ്ടായി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം വരെയുള്ള കഥകളാണ്. അത് വളരെ പണ്ട് തൊട്ടേ ഉള്ളതാണ്, 217 ശ്ലോകങ്ങൾ കൊണ്ട്. പക്ഷേ അതിനെ അമ്പലങ്ങളിൽ വളരെ ചുരുക്കി ആ ക്രിയാംഗമായിട്ട് മാത്രമാണ് അവതരിപ്പിച്ചു പോന്നിരുന്നത്. പിന്നീട് അമ്മന്നൂർ മാധവച്ചാക്യാരുടെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിൽ ഉഷ്ചേച്ചിയെ പഠിപ്പിക്കുന്ന കാലത്താണ് ഇതിൽ എന്തൊക്കെ വരുത്താം, കൂടുതൽ കൂട്ടിച്ചേർക്കാം എന്നുള്ള ചിന്തയുടെ പുറത്താണ് നങ്ങ്യാർകൂത്തിൽ പൂതനാമോക്ഷമായാലും കംസവധമായാലും അക്രൂരഗമനമായാലും അങ്ങനെയുള്ള ഓരോ ഭാഗങ്ങൾ ഇത്ര വിപുലീകരിച്ച് വന്നിട്ടുള്ളത് അതിന് ശേഷമാണ്. അങ്ങനെ വിപുലീകരിച്ച് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ വിപുലീകരിച്ച രീതിയിൽ തന്നെയാണ് പഠിച്ചേക്കണം. അവിടെ പകർന്നാട്ടം എന്നുള്ള വലിയൊരു സാധ്യത ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കംസനായിട്ടും കൃഷ്ണനായിട്ടും പൂതനയായിട്ടും പല കഥാപാത്രങ്ങളായിട്ട് പകർന്നാടാനുള്ള ഒരു അനന്തമായ സാധ്യതയാണ് അവിടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും പുരുഷവേഷം കെട്ടിയാൽ മാത്രമേ പുരുഷനായിട്ട് അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഇപ്പോൾ രാവണൻ്റെയൊക്കെ ഒരു വേഷം നമ്മൾ അമ്മന്നൂരിൻ്റെ തന്നെ ഒരുപാട് രാവണന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ വല്ലാത്തൊരു ആരാധന മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു അവസ്ഥയൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലുള്ള കുട്ടികൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള വേഷങ്ങൾ കെട്ടണമെന്ന ആഗ്രഹത്തിൻ്റെ ഒരു പുറത്തായിരിക്കാം അവരിതിനൊക്കെ വേണ്ടി പുറപ്പെടണമെന്ന് തോന്നുന്നു. എന്തായാലും കൂടിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം നിർവഹണം എന്ന് പറയുന്ന, ഇപ്പോൾ ശ്രീകൃഷ്ണചരിതമായാലും അതിനുശേഷം ഇപ്പോൾ പുതിയതായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഇപ്പോൾ ദ്രൗപദി, മണ്ഡോദരി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചിട്ടപ്പെടുത്തലുകൾ അതിനുശേഷം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചിട്ടപ്പെടുത്തലുകളിലായാലും പകർന്നാട്ടം എന്ന അനന്ത സാധ്യത ഉപയോഗിച്ച് സ്ത്രീകൾ ഒരുപാട് കഥാപാത്രങ്ങളെ പകർന്നാടാനായിട്ട് തുടങ്ങി. അത് വലിയൊരു സ്ത്രീ മുന്നേറ്റമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇനി സ്ത്രീകളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, പ്രധാനമായിട്ടും എല്ലാ ആളുകളും ഇതിന് കുടുംബത്തിൽ നിന്ന് തന്നെ അനുമതി നൽകിക്കൊള്ളണമെന്നില്ല. പഠിച്ചോളൂ, ഒരു ഹോബിയായിട്ട് പഠിച്ചോളൂ എന്നേ പറയാൻ സാധ്യതയുള്ളൂ. ഇതിനെ ഹൃദയത്തിലേക്ക് എടുത്തൊരു പാഷനായിട്ട് പഠിക്കാൻ എത്ര പേര് സമ്മതിക്കും എന്നുള്ളത് സംശയമാണ്. ഇനി നമ്മൾ പാഷനായിട്ട് എടുത്ത് പഠിച്ചാൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമുക്ക് ഇപ്പോൾ കൂടിയാട്ടത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അമ്മന്നൂർ ഗുരുകുലം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൂപ്പാണ്. അവിടെ ഉള്ള കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടുള്ള മിഴാവ് കലാകാരന്മാരായാലും നമ്മുടെ ഒപ്പമുള്ളവരെല്ലാവരും അറിയുന്നവരാണ്.
കുടുംബക്കാരല്ല, പക്ഷെ അറിയുന്നവരാണ്. അപ്പോൾ അവരുടെ കൂടെയാണ് എപ്പോഴും യാത്രകളെല്ലാം. വിദേശത്തേക്കായാലും സ്വദേശത്തായാലും രാത്രി പകലില്ലാതെ യാത്രകൾ ഉണ്ടാവും. പക്ഷേ അവിടെയൊന്നും നമുക്കൊരു അരക്ഷിതാവസ്ഥ നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ഈ കലയോടുള്ള ഒരു എന്താ പറയുക, ഒരു വേഷമുണ്ട്, ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഏത് വഴി സ്വീകരിച്ചും പോവും എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടായിട്ടുണ്ട്. പക്ഷേ കൂടിയാട്ടത്തെ പോലെ ആയിരിക്കണമെന്നില്ല മറ്റു കലാരൂപങ്ങളിലുള്ള സ്ത്രീകൾ ഇതുപോലുള്ള ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് അനുഭവിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ രാത്രികാല സഞ്ചാരങ്ങൾ എപ്പോഴും കൂടെ ആൾക്കാരുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പരിപാടിക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എല്ലാ സൗകര്യം ഉണ്ടാവണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പുരുഷ കലാകാരന്മാരും ഉണ്ടാവും, നമ്മളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്ത്രീകൾക്കാവുമ്പോൾ നല്ല ഒന്ന് ഡ്രസ്സ് മാറാൻ പോലും ചില സ്ഥലങ്ങളിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കാറുണ്ട് നമ്മൾ. കാരണം കൂടെ ഏട്ടന്മാരും അവരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള മുണ്ട് പിടിച്ച് നമ്മൾ ഡ്രസ്സ് മാറുന്നൊരവസ്ഥ, അതൊക്കെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ചില വല്ലാത്ത ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അതുപോലെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ കഥകളി ആയാലും കൂടിയാട്ടമായാലും കലാമണ്ഡലത്തിലൊക്കെ കഥകളി പഠിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ഉഴിച്ചിൽ തുടങ്ങിയിട്ടുള്ള കൃത്യമായ അഭ്യാസം, എല്ലാ ദിവസവും നേരത്തെ എഴുന്നേറ്റുള്ള അഭ്യാസമൊക്കെ കിട്ടും. പക്ഷേ സ്ത്രീകൾ ഇതിനിറങ്ങുമ്പോൾ എത്ര പേർക്ക് ഉഴിച്ചിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം അതിനെ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തി പോകേണ്ട ഒരു അവസ്ഥയാണ്. ഉഴിച്ചിലില്ലെങ്കിൽ ഒരു കലാകാരൻ്റെ ദീർഘകാല പ്രവർത്തനത്തിന് അത് വളരെ തടസ്സം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ഭാഗ്യമായിരുന്നു. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് തന്നെ അമ്മന്നൂർ ഗുരുകുലത്തിൽ 3 പുരുഷ കലാകാരന്മാരും ഞങ്ങൾ 3 പേര് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കളരി ഉഴിച്ചിൽ കൊണ്ടുവരികയും അതിലൊരു കളരി കൈകാര്യം ചെയ്തിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരാണ് ഞങ്ങളെ ഉഴിഞ്ഞിരുന്നത്. കഥകളി ഉഴിച്ചിലല്ല, കളരി ഉഴിച്ചിലാണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും രണ്ടാണ്. എന്നാൽ പോലും എല്ലാ വർഷവും ആ ഒരു കാലം വരുമ്പോൾ കുഴമ്പുണ്ടാക്കുകയും കുഴമ്പ് നേത്ത് തേച്ച് കൃത്യമായിട്ട് സാധകം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. അതിനെപ്പോഴും ഓർമ്മയുണ്ട്. സദനം കൃഷ്ണൻകുട്ടി ആശാൻ അവിടെ വരികയും മെയ്യൊറപ്പടവ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഒക്കെ അതൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഒരു കല പഠിക്കുന്ന ഒരു സ്ത്രീ ഒരു കലാകാരിക്ക് എത്രത്തോളം കിട്ടും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. ഗുരുനാഥൻ എപ്പോഴും പറയാറുണ്ട്, ഈ ആയുധം പോലെയാണ് കലാകാരൻ, തേച്ച് മിനുക്കിയില്ലെങ്കിൽ അത് തുരുമ്പ് പിടിച്ചു പോവും എന്ന് പറയാറുണ്ട് എപ്പോഴും. അപ്പോൾ അതുപോലെ ഇപ്പോഴും 75 വയസ്സ് കഴിഞ്ഞ് 76 വയസ്സൊക്കെ ആയെങ്കിലും എൻ്റെ അച്ഛൻ കൃത്യമായിട്ട് തേച്ച് കുളിക്കുക, അത് എനിക്ക് രംഗത്ത് ഇനിയും പ്രവർത്തിക്കണമെങ്കിൽ അത് വേണം എന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷെ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം പ്രാവർത്തികമാവും. പ്രത്യേകിച്ച് കുടുംബത്തിന്ന് നമുക്ക് ഒരു പരിപാടിക്കായിട്ട് പോകുമ്പോൾ രാവിലെ വേറെ ഒന്നും ആലോചിക്കാതെ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അച്ഛനൊക്കെ ഒരു പ്രബന്ധം പറയാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ, കൂത്താണ്, പ്രബന്ധം പറയാനായിട്ടിരിക്കുകയാണെങ്കിൽ അന്ന് കാലത്ത് കുളിയും തേവാരം കഴിഞ്ഞ് വന്നാൽ പിന്നെ ആരോടും സംസാരിക്കില്ല. കഴിഞ്ഞ ഒരു മാസം മുമ്പ്, ഒരു മാസമല്ല, ഫെബ്രുവരിയിൽ തന്നെ ഇരിങ്ങാലക്കുട കഥകളി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രബന്ധം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മുഖത്തേക്ക് പോലും നോക്കില്ല. ഫുൾ ടൈം അത് പറയാനുള്ള ഒരു കോൺസെൻട്രേഷനിലാണ് ഇരിക്കുക. എത്ര സ്ത്രീകൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും? ഞാൻ ചിന്തിക്കാറുണ്ട് അത്. നമുക്കങ്ങനെ ഫുൾ ടൈം ഞാൻ ഇന്ന് പരിപാടി ഉണ്ട് അതുകൊണ്ട് അത് മാത്രമേ ചിന്തിക്കുള്ളൂ എന്നുകൊണ്ട് രാവിലെ അവിടെ ഇരുന്നാൽ എത്രത്തോളം കുടുംബത്തെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും എന്ന് ഞാൻ ചിന്തിക്കാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ എല്ലാ പണിയും തീർത്തതിന് ശേഷം ഇതിനുള്ള സമയം നമ്മൾ വേറെ കണ്ടെത്തേണ്ടതായിട്ട് വരും. അതൊക്കെ സ്ത്രീകളെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് കലയെ ഹൃദയത്തിലേറ്റിയ ഒരു പറ്റം സ്ത്രീ കലാകാരികൾ മുമ്പോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതൊരു തൊഴിൽ എന്നതിനുപരിയായിട്ട് അതിനെ ഒരു പാഷനായിട്ട് തൻ്റെ ജീവൻ്റെ ഒരു അംശമായിട്ട് അതിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് നമുക്ക് വരാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ കണ്ടതും ഉഷാ ചിത്രലേഖ, ഹരിപ്രിയോപ്പിളും മറ്റ്
കലാകാരിയും കൂടി ചെയ്തിട്ടുള്ള അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. കാരണം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അവരിന്നിപ്പോൾ ഇവിടെ വേഷം കെട്ടാൻ വന്നിട്ടുണ്ടാവുക. കുടുംബത്തെ എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ട് വേണം വരാൻ എന്നുള്ളതാണ്. അത് എപ്പോഴും എന്താ പറയുക, അഭിനന്ദനീയാർഹം തന്നെയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, വരുന്ന തലമുറയിലുള്ള കുട്ടികൾ, ചെറിയ കുട്ടികൾ, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അത്ര അഭിനിവേശം ഇന്ന് കുട്ടികൾക്ക് ക്ലാസിക്കൽ കലകൾ പഠിക്കാനില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. എൻ്റെ ഒരു ചുറ്റുപാടിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാവാം ഞാൻ ആ കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സാഹചര്യത്തിൽ വളർന്നതുകൊണ്ട് കാലത്ത് 4:30 സാധക ക്ലാസ്, അത് കഴിഞ്ഞ് കുളിച്ച് വന്നാൽ ഭക്ഷണം കഴിച്ച് സ്കൂളിൽ പോവുക, സ്കൂൾ കഴിഞ്ഞ് വന്നാൽ 4:30 തൊട്ട് 6:30 വരെ ക്ലാസ്, അത് കഴിഞ്ഞ് കുളിച്ച് നാമം ജപിച്ച് കഴിഞ്ഞാൽ 7:30 തൊട്ട് 9:30 വരെ കണ്ണ് സാധകത്തിൻ്റെ ക്ലാസ്. അപ്പോൾ ആ ഗുരുനാഥൻ അവിടെ ഇരുന്ന് നാമം ജപിക്കുന്നുണ്ടാവും, നമ്മൾ കണ്ണ് സാധകം ചെയ്തോളാം. ഇങ്ങനെ ഒരു ഗുരുകുല സമ്പ്രദായം തന്നെയായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികളെ അങ്ങനെയൊന്നും നമുക്ക് കിട്ടില്ല. ഇനി കിട്ടിയാൽ തന്നെ അങ്ങനെയൊന്നും ക്ലാസ്സുകൾ ഇപ്പം നടക്കണില്ല. ഒരു ക്ലാസ് ഒരു ദിവസം എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ പോലും അവർക്ക് പറയാനൊരു മടിയില്ല, നാളെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് അങ്ങനെ പണ്ട് പറയാനുള്ളൊരു ഓപ്ഷൻ പോലും ഇല്ല. ഗുരുനാഥൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഉണ്ടാവില്ല എന്ന് പറയില്ല. കാരണം അദ്ദേഹം ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാലേ ക്ലാസ് ഇല്ലാണ്ടിരിക്കുള്ളൂ, നമ്മളായിട്ടത് പറയില്ല. ഇന്നത്തെ കുട്ടികളിൽ വളർന്നു വരുന്ന കുട്ടികളിൽ എങ്ങനെ ഈ ഒരു ക്ലാസിക്കൽ കലകളുടെ ഇതിനൊരു ആനന്ദമുണ്ട്. ഇത് നമ്മൾ വേഷം കെട്ടി അഭിനയിക്കുമ്പോഴായാലും പഠിക്കുമ്പോഴായാലും ആസ്വദിക്കുമ്പോഴായാലും ഇതിനൊരു ആനന്ദമുണ്ട്. ആ ആനന്ദം എങ്ങനെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാം എന്നുള്ളത് നമ്മൾ വളരെയധികം ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പ്രധാനമായിട്ടും ഇത് പഠിക്കാനുള്ളൊരു ക്ഷമ ഇന്നത്തെ കുട്ടികൾക്കില്ല. ക്ലാസിക്കൽ പാട്ടിൻ്റെ കാര്യമായാലും എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം എനിക്ക് മകളുണ്ട്, 7ാം ക്ലാസ്സിലാണ്. കൂടിയാട്ടം പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യം തിയറി നല്ലോണം പഠിക്കണം, സംസ്കൃതം പഠിക്കണം, എന്നിട്ട് വേണം ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ അത് പഠിച്ച് അത് പതിഞ്ഞ ഭാഗങ്ങളാണ് ആദ്യം പഠിപ്പിക്കുക. അപ്പോൾ അതിനുള്ളൊരു ക്ഷമ അവരിൽ ഉണ്ടാവണില്ല. അത് എങ്ങനെ നമുക്ക് അവരിൽ അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഓരോ കലാകാരനും അതുപോലെ കലയെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സംഘാടകരും ഇരുന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കൂടിയാട്ടത്തിൻ്റെ കാര്യത്തിൽ പുതിയ തലമുറയിൽ പഠിപ്പിക്കുന്നതിന് ഞാൻ സദാ സന്നദ്ധയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ കുട്ടികളിലേക്ക് ഇതിനെ എങ്ങനെ പകർന്നു കൊടുക്കാം എന്നൊരു ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, സ്ത്രീ ഇതുവരെ ഈ കലാരൂപങ്ങളിലെല്ലാം, പാട്ടായാലും ഡാൻസായാലും കഥകളിയായാലും കൂടിയാട്ടമായാലും എല്ലാ കലാരംഗത്തും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നേറി വന്നിട്ടുള്ളതായ എല്ലാ സ്ത്രീ കലാകാരികളുടെയും ഗുരുനാഥകളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു ചിന്ത ഞാൻ മുന്നിലേക്ക് വച്ച് തന്നുകൊണ്ട്, വളരെ ഗഹനമായ ചിന്തയാണ്. കാരണം കോളേജിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് പലപ്പോഴും. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്തെ കുട്ടികളല്ല, ഈവൻ കോവിഡിന് മുമ്പുണ്ടായിരുന്ന കുട്ടികളുമല്ല ഇപ്പോൾ ഉള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു താല്പര്യമില്ല, ഒരു ലക്ഷ്യബോധവുമില്ല, അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ള ചിന്ത മുന്നിൽ വെച്ചുകൊണ്ട് ഗുരുനാഥന്മാരുടെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഇത് നിർത്തുകയാണ്. വളരെ സന്തോഷം, നന്ദി, നമസ്കാരം. വനിതാ ദിനാഘോഷം എന്ന വാക്കിനെ അന്വർത്ഥമാക്കി ഇന്ന് ഇവിടെ സംസാരിച്ച ഡോക്ടർ അപർണ പി അവറുകളെ ആദരിക്കുന്നതിനായി അഡ്വക്കേറ്റ് രേഖ സി നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി പെരുമ്പാവൂർ കഥകളി ക്ലബിൻ്റെ ഗുരുവന്യരായ സ്ത്രീരത്നങ്ങളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി ഇന്നിവിടെ എത്തിച്ചേർന്ന ശ്രീമതി
കലാമണ്ഡലം വസന്ത ടീച്ചറെയാണ് ആദരിക്കുന്നത്. കേരള കലാമണ്ഡലത്തിൽ നിന്ന് സീനിയർ ഡിപ്ലോമ നേടിയ വ്യക്തിയും നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറുമാണ്. നർത്തകിയും നൃത്താധ്യാപികയും നൃത്ത സംവിധായകമായ ടീച്ചർ ഏകദേശം 2000-ലധികം വിദ്യാർത്ഥികളെ ഇന്ന് നൃത്തം അഭ്യസിപ്പിച്ചിട്ടുണ്ട്. തഞ്ചാവൂർ, ചിദംബരം, മൂകാംബിക എന്നീ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നൃത്ത ഉത്സവങ്ങളിൽ വളരെയധികം നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഗുരുപൂജ അവാർഡ് ഉൾപ്പെടെ നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുള്ള ടീച്ചർ ഇന്നും നൃത്തലോകത്തെ സാന്നിധ്യമാണ്. പെരുമ്പാവൂരിൻ്റെ സാംസ്കാരിക രംഗത്തെ നൃത്തലോകത്തെ നിറദീപമായിട്ടുള്ള ടീച്ചറുടെ ഭർത്താവ് വിക്രമൻ നായർ, അദ്ദേഹവും പ്രസിദ്ധമായിട്ടുള്ള മൃദംഗിസ്റ്റാണ്, കലാകാരനാണ്. ടീച്ചറെ ഈ വേദിയിലേക്ക് ആദരിക്കുന്നതിനായി നമ്മുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖ സി നായരെ ക്ഷണിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി കലാമണ്ഡലം വസന്ത ടീച്ചറെ സ്നേഹബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ED സാവിത്രി ദേവി ടീച്ചർ. ഗിരിജ ടീച്ചർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ED സാവിത്രി ദേവി വാരപ്പെട്ടി ഇളംകുളത്ത് കാവുങ്കൽ മനയിൽ N ദാമോദരൻ നമ്പൂതിരിയുടെയും MN ഇന്ദിരാദേവിയുടെയും മകളായിട്ടാണ് ജനനം. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ടീച്ചർ സംഗീതം അഭ്യസിച്ചത് ഗുരുവായ ശ്രീ പൂനം സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ അടുത്തായിരുന്നു. പിന്നീട് മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ കീഴിലുള്ള പള്ളുരുത്തി കലാനിലയത്തിൽ രാമൻകുട്ടി മേനോൻ അവറുകളുടെ കീഴിൽ ഉപരിപഠനം നടത്തി. 1980 കാലഘട്ടങ്ങളിൽ കോട്ടപ്പടി മാർ ഏലിയാസ് ഹൈസ്കൂളിൽ സംഗീത അധ്യാപികയായിരുന്നു. ഭർത്താവ് പട്ടശ്ശേരി നാരായണൻ നമ്പൂതിരി. സഹോദരങ്ങളായ ഉമേഷ് വാരപ്പെട്ടി മൃദംഗത്തിലും സഹോദരിയായ സുനിത ഹരിശങ്കർ വയലിനിലും നിപുണരാണ്. മക്കൾ 2 പേരാണ്. ഹരീഷ് നല്ലൊരു വയലിനിസ്റ്റും ശ്രീരാഗ് സംഗീതത്തിലും നിറഞ്ഞു നിൽക്കുന്നു. 2020 ഗുരുശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച ടീച്ചറെ ഏറെ സ്നേഹബഹുമാനപൂർവ്വം കഥകളി ക്ലബിൻ്റെ ആദരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ടീച്ചറെ ആദരിക്കുന്നതിനായി പ്രസിഡന്റ് കഥകളി ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീമതിയായ സുവർണകുമാരി ടീച്ചറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി CG ശാരദാമ്പാൾ ടീച്ചർ. പാലക്കാട് സംഗീത കുടുംബത്തിൽ ജനിച്ച് പെരുമ്പാവൂരിൽ താമസമുറപ്പിച്ചതിനു ശേഷം 1982 ചന്ദ്രമന നാരായണൻ നമ്പൂതിരി സാറിൻ്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. സംഗീതം ജീവിതശൈലിയാക്കിയ ടീച്ചർ പിന്നീട് ചെമ്പൈ സംഗീതോത്സവം പോലെയുള്ള നിരവധി വേദികളിൽ സംഗീതത്തിന് മാറ്റുരച്ചു. നിരവധി ശിഷ്യർക്ക് സംഗീതം പകർന്നു നൽകുകയും ചെയ്ത ഈ കലാകാരി ഗായത്രി സംഗീത വിദ്യാലയം എന്ന നാമധേയത്തിൽ പെരുമ്പാവൂർ ഒരു സ്ഥാപനം നടത്തിവരുന്നു. നിരവധി ശിഷ്യസമ്പത്തുള്ള ടീച്ചറെ പെരുമ്പാവൂർ കഥകളി ക്ലബ്ബ് ഈ വേദിയിലേക്ക് ആദരവിനായി ക്ഷണിക്കുന്നു. ആദരിക്കുന്നതിന് ബഹുമാനപ്പെട്ട സുവർണകുമാരി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഈ വേദിയിൽ ആദരിക്കപ്പെടുന്നത്
ശ്രീമതി രാജലക്ഷ്മി അശോകൻ. 5 വയസ്സ് മുതൽ സംഗീത പഠനം ആരംഭിച്ചു. ആദ്യ ഗുരുക്കന്മാർ ബാലൻ ഭാഗവതർ ആണ്. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച രാജലക്ഷ്മി ടീച്ചർ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്നും ബിരുദം നേടി. അനന്തലക്ഷ്മി വെങ്കിട്ടരാമനാണ് ടീച്ചറിൻ്റെ മാനസഗുരു. സംഗീതം മാത്രമല്ല, 13 വയസ്സ് മുതൽ വീണവാദനവും അഭ്യസിച്ച ടീച്ചർ പ്രശസ്തരായ ബാലസ്വാമി, ഡോക്ടർ പത്മാവർമ്മ എന്നിവരുടെ കീഴിലും വീണയിൽ പഠനം തുടർന്നു. കഴിഞ്ഞ 40 പതിറ്റാണ്ടായി പെരുമ്പാവൂർ ശാസ്ത്രീയ സംഗീത വിദ്യാലയം നടത്തി വരികയും നിരവധി ശിഷ്യ സമ്പത്തുകളെ സമ്മാനിക്കുകയും ചെയ്തു. ഭർത്താവ് അശോകൻ ഏറെ ടീച്ചറെ ഈ രംഗത്തേക്ക് പ്രോത്സാഹിപ്പിച്ച് നിലകൊള്ളുന്ന വ്യക്തിയാണ്. മകൻ അരവിന്ദ് എന്നിവരാണ് ടീച്ചറിൻ്റെ കുടുംബം. പെരുമ്പാവൂരിൻ്റെ തിലകക്കുറിയായ രാജലക്ഷ്മി ടീച്ചറെ ഏറെ സ്നേഹബഹുമാനപൂർവ്വം കഥകളി ക്ലബിൻ്റെ ആദരവിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ടീച്ചറെ ആദരിക്കുന്നതിനായി ഡോക്ടർ അഡ്വക്കേറ്റ് രേഖ സി നായരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി വളരെ സന്തോഷത്തോടുകൂടി കഥകളി ക്ലബ്ബ് ആദരം നൽകുന്നത് ശ്രീമതി ചിത്ര സുകുമാരൻ അവറുകൾക്കാണ്. മോഹിനിയാട്ടം അവതരണത്തിന് കേരള സംഗീത നാടക അക്കാദമി 2025 കലാകാരിയാണ് ശ്രീമതി ചിത്ര സുകുമാരൻ. മോഹിനിയാട്ടം എന്ന കലാരൂപത്തിന് തനത് ശൈലി വികസിപ്പിച്ച ചിത്ര ചേച്ചിക്ക് ഏറെ അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു. 45 വർഷത്തിലധികമായി നൃത്തരംഗത്ത് സജീവമായുള്ള ചിത്രചേച്ചി മോഹിനിയാട്ടത്തെ അന്താരാഷ്ട്ര വേദികളിൽ കേരളീയ തനിമയോടെ എത്തിച്ച നർത്തകിയാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെ 26-ലധികം രാജ്യങ്ങളിൽ മോഹിനിയാട്ടം നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി നൃത്തോത്സവത്തിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ കൂടിയായിരുന്നു ശ്രീമതി ചിത്ര സുകുമാരൻ. പെരുമ്പാവൂർ സ്വദേശിനിയായ ചിത്രചേച്ചി ചിത്ര ആർട്സ് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സ്ഥാപക കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രീമതി ചിത്രചേച്ചിയുടെ ഭർത്താവ് ആർ സുകുമാരൻ നായർ നമുക്ക് ഏവർക്കും അറിയാം. ചേച്ചിയുടെ ഈ നൃത്ത ജീവിതയാത്രയിൽ ഏറെ പ്രോത്സാഹനം നടത്തുന്ന വ്യക്തി കൂടിയാണ്. മക്കൾ അഡ്വക്കേറ്റ് പാർവതി, ഗോപാൽ നായർ എന്നിവരാണ് ചേച്ചിയെ ഏറെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി കഥകളി ക്ലബിൻ്റെ ഈ അംഗീകാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അംഗീകാരം കൊടുക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖ സി നായരെ ക്ഷണിക്കുന്നു. മൊമൻറ്റോ സമർപ്പിക്കുന്നതിനായി കലാമണ്ഡലം വസന്ത ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി സ്കൂൾ യുവജനോത്സവത്തിൽ കഥകളി സംഗീതത്തിന് എ ഗ്രേഡ് നേടിയ മിടുക്കി കുട്ടികളായ കുമാരിമാർ ശ്രീനന്ദ, പ്രശാന്ത്. കഴിഞ്ഞ 3 വർഷമായി കഥകളി സംഗീതത്തിൽ എ ഗ്രേഡ് നേടിയ കുമാരി ശ്രീനന്ദ പ്രശാന്തിനെ കഥകളി ക്ലബിൻ്റെ പേരിൽ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഉപഹാരം കൊടുക്കുന്നതിനായി മായ ശംഭുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
മറ്റൊരു കൊച്ചു കലാകാരി കുമാരി ദുർഗ പി നായർ. ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കഥകളി സംഗീതത്തിന് എ ഗ്രേഡ് നേടിയ ഈ കലാകാരിയെ ആദരിക്കുന്നതിനായി സുവർണകുമാരി ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദരം സ്വീകരിക്കുന്നതിനായി കുമാരി ദുർഗ പി ആറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വീകരിക്കുന്നതിനായി രേഖ സി നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ വേദിയിൽ നമ്മളിന്ന് ആദരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. സെറിബ്രൽ പൗൾസിയും സമ്പൂർണ്ണ ചലന കാഴ്ച ബൗദ്ധിക പരിമിതികളാലും സംഗീതത്തിലൂടെ പാട്ടിലാക്കിയ KN റിദ്ധമോൾ ആണ്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ വിജയാമൃതം വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അർഹയായി. വാഴക്കുളം പഞ്ചായത്തിൽ മുടിക്കൽ കുമ്പശ്ശേരി വീട്ടിൽ KM നാസറിൻ്റെയും ലൈല ബീവിയുടെയും മകളാണ്. ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നിരുന്ന അൻപ് 2025 എന്ന അന്താരാഷ്ട്ര പരിപാടിയിൽ വെച്ച് ഈ കുട്ടിക്ക് പുരസ്കാരം ലഭിച്ചു. ഏറെ സ്നേഹ ആദരവോടെ റിദ്ധമോളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരം നൽകുന്നതിനായി അഡ്വക്കേറ്റ് രേഖ സി നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. മറുപടി പ്രസംഗത്തിനായി കലാമണ്ഡലം വസന്ത ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന മാന്യ സദസ്സർക്ക് നമസ്കാരം. ആദ്യമേ തന്നെ ഈ വനിതാ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി എന്നെ കഥകളി ക്ലബ്ബിലെ ഒരു ആദരവിനായി ക്ഷണിച്ച കഥകളി ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികളും, സെക്രട്ടറി, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, മറ്റുള്ള എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ എല്ലാവരോടും എൻ്റെ ഹൃദയംഗമായ നന്ദിയും സ്നേഹവും കടപ്പാടൊക്കെ അറിയിക്കുകയാണ്. ഞാനിങ്ങനെ ഒരു കഥകളി ക്ലബിൻ്റെ ഒരു സ്റ്റേജ് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡും ആഗ്രഹിക്കുന്നൊരു ആദരവ് തന്നെയാണ് ഇന്ന് ഇവിടെ കിട്ടിയത്. അത് വീണ്ടും ആ ഒരു സന്തോഷം പറയുകയാണ്. പിന്നെ വനിതാ ദിനം എന്നൊക്കെ പറയുമ്പോൾ എനിക്കതിനോട് വലിയ ഇതില്ല. കാരണം മഹാദേവന് ശക്തിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർവതി കൂടെയുണ്ടെങ്കിൽ എന്ത് കാര്യവും മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ നൃത്തത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൃത്തത്തിലെ താണ്ഡവവും ലാസ്യവും എല്ലാം കൂടിച്ചേർന്നാൽ മാത്രമേ എല്ലാവർക്കും ആ നൃത്തത്തെ ആസ്വദിക്കാനും കാണാനും പറ്റുള്ളൂ. അപ്പോൾ എല്ലാം വനിതയും പുരുഷന്മാരും എല്ലാവരും ഒന്നിച്ചു നിന്ന് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകാനേ പറ്റൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് 2 വാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ് വിക്രമൻജി തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. കഥകളിയെക്കുറിച്ച് 2 വാക്ക് പറയുമ്പോൾ, ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കഥകളി പ്രോഗ്രാമുകൾ കാണാൻ ഇടയായിട്ടുണ്ട്. അന്ന് പ്രഗത്ഭരായ കഥകളി
അധ്യാപകന്മാർ ആശാന്മാരായിരുന്നു. അതായത് കലാമണ്ഡലം രാംകുട്ടി ആശാൻ, കലാമണ്ഡലം പത്മനാഭ നായർ ആശാൻ, പിന്നെ കലാമണ്ഡലം ഗോപി ആശാൻ, അങ്ങനെ പ്രഗത്ഭരായ അവരുടെ കഥകളി കണ്ടാണ് ഞാൻ കലാമണ്ഡലത്തിൽ നിന്നും പഠിച്ചു വന്നത്. പിന്നെ കഥകളി സംഗീതത്തിലാണെങ്കിൽ അന്നത്തെ കാലത്ത് കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശനാശാൻ, അദ്ദേഹത്തിൻ്റെ പാട്ട്, മാടമ്പി ആശാൻ്റെ പാട്ട്, അങ്ങനെ നിരവധി പ്രഗത്ഭരായ ആശാന്മാരുടെ പാട്ടും കഥകളിയും കണ്ടു വളർന്നതാണ്. പക്ഷേ അന്നത്തെ കഥകളിയും ഇന്നത്തെ കഥകളിക്ക് വ്യത്യാസമില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ജനകീയമായിട്ടുണ്ട്. കാരണം അന്ന് കഥകളി കാണുമ്പോൾ ഒന്നും ആർക്കും മനസ്സിലാവില്ല. കാരണം ഒന്നുകിൽ മുദ്രകൾ പഠിച്ചവരായിരിക്കണം. ഇപ്പം ഞങ്ങളൊക്കെ മോഹിനിയാട്ടം പഠിക്കുന്നത് കൊണ്ട് മോഹിനിയാട്ടത്തിൻ്റെ മുദ്രകളും കഥകളിയുടെ മുദ്രകളും ഏകദേശം ഒരേ മുദ്രകൾ തന്നെയാണ് അതിന് ചെയ്യാറും. അപ്പം അതുകൊണ്ട് നമുക്ക് കഥകളി കാണുമ്പോൾ കുറേയൊക്കെ മനസ്സിലാവും. പക്ഷേ സാധാരണ ജനങ്ങൾക്ക്, ഇതൊന്നും അറിയാത്തവർക്ക് കഥകളി കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പിന്നെ കഥകളി സംഗീതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് കലാമണ്ഡലം നീലകണ്ഠ നമ്പ്യാശാൻ കഥകളി പാടുമ്പോൾ ഒരു പദം അല്ല, ഒരു വാക്കല്ല, അല്ലെങ്കിൽ ഒരു അക്ഷരം പറഞ്ഞ് ഒരു സെക്കൻഡോ അല്ലെങ്കിൽ 2 സെക്കൻഡോ കഴിഞ്ഞാണ് അടുത്ത ആ ഒരു അക്ഷരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അത്ര ലളിതമായിരുന്നില്ല കഥകളി സംഗീതം എന്ന് പറയുന്നത്. പിന്നീട് അതിനുശേഷം ഈ കഥകളി സംഗീതം കുറച്ച് ലളിതമാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയ അറിവാണ്, എനിക്ക് തോന്നുന്നു അത് കൂടുതലും ഇത്രയും ലളിതമാക്കിയത് ഹൈദരാലി മാഷാണെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും ഇന്ന് തന്നെ വനിതാ സംഘത്തിൻ്റെ കഥകളി ഉണ്ടായിരുന്നു ഇവിടെ. അതിൽ ആ കഥകളി പദം പാടുന്ന വനിതകൾ, അവർ പാടുന്ന ആ വാക്കുകൾ എത്ര നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനൊക്കെ പഠിക്കുന്ന കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ഈ കഥകളി പദം അവരും അതിൻ്റെ ടെക്നിക്കായ അതിൻ്റെ നല്ല ഭംഗിയായിട്ടാണ് അവർ പാടുന്നത് എങ്കിലും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് കഥകളി സംഗീതം പാടുമ്പോഴും കുറച്ചും കൂടെയൊക്കെ ലളിതമായി വരുന്നുണ്ട്. അത് വളരെയധികം സന്തോഷം. എന്നാലേ കഥകളിക്ക് ആൾക്കാരുണ്ടാവുള്ളൂ. അതുപോലെ കഥകളി, പണ്ട് കഥകളി എന്ന് പറഞ്ഞാൽ കഥകളിക്ക് വിളക്ക് ഒരു 10 മണിയോടുകൂടി വെച്ചാൽ, ഇപ്പോൾ കലാമണ്ഡലത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഒരു നേരം എപ്പോഴോ വെളുക്കുന്നവരെയാണ് 10 മണി 11 മണി വരെയൊക്കെ ആ പ്രോഗ്രാം, ആ കഥകളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം അതിൽ നിന്നൊക്കെ വ്യത്യാസമായി. ഇപ്പം ഈ നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തിയ അപർണ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ജനറേഷൻ്റെ അവരുടെ ഇന്നത്തെ ജനറേഷൻ്റെ ജീവിതത്തെ നമുക്കതിനു വേണ്ടി പറയാം. കാരണം അതൊന്നും കഥകളിയൊന്നും ഇത്ര ഇരുന്ന് കണ്ട് അവർക്ക് ആസ്വദിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ മനസ്സില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. പിന്നെ കൂടിയാട്ടത്തെക്കുറിച്ച് നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ അപർണ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കൂടിയാട്ടത്തെക്കുറിച്ച് കുറേ ഓർമ്മകൾ വന്നു. ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ, അന്ന് ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് പൈങ്കുളം രാമചാക്യാർ ആശാനായിരുന്നു. ആശാൻ്റെ ശിഷ്യന്മാരായിരുന്ന കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, കലാമണ്ഡലം രാമൻ ചാക്യാർ ജൂനിയർ, പിന്നെ എൻ്റെ ഒപ്പം കലാമണ്ഡലത്തിൽ ഞാൻ നൃത്തം അഭ്യസിക്കുന്നു. എൻ്റെ ഒപ്പം പഠിക്കുന്ന കലാമണ്ഡലം ഗിരിജ കൂടിയാട്ടം പഠിച്ചിരുന്നു, കലാമണ്ഡലം ശൈലജ, അങ്ങനെ ഒത്തിരി പേര്. പിന്നെ കൂടിയാട്ടം കണ്ടും, അന്ന് അധികം മനസ്സിലായില്ലെങ്കിലും കൂടിയാട്ടം കാണാനായിട്ട് കലാമണ്ഡലത്തിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുഖ്യപ്രഭാഷണം നടത്തിയ അപർണ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എന്നെ കുറച്ച് കലാമണ്ഡലത്തിലേക്കും കൂടി കൊണ്ടുപോയി. എൻ്റെ കൂട്ടുകാരികളെയും അന്നത്തെ ആശാന്മാരെയും ശിവൻ നമ്പൂരിയൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റി.
വേറെ ഒന്നും ഈ വൈകിയ വേളയിലൊന്നും പറയുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങളോട് ഈ ക്ലബിൻ്റെ കഥകളി ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി നന്ദിയും നമസ്കാരമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി ടീച്ചർ. അടുത്ത കഥകളിക്കുള്ള കലാകാരന്മാർ നമ്മുടെ വേദിയുടെ പുറകിൽ ഒരുങ്ങിക്കഴിഞ്ഞു. സദയം ക്ഷമിച്ചുകൊണ്ട് 2 വാക്കുകൾ മറുപടി പ്രസംഗത്തിനായി രാജലക്ഷ്മി ടീച്ചറെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഗുരുക്കന്മാരെ, ചെറിയ കലാകാരികളെ, ബഹുമാനപ്പെട്ട സദസ്യരെ, എല്ലാവർക്കും നമസ്കാരം. ഈ കഥകളി ക്ലബിൻ്റെ ഈ വനിതാ ദിന ആഘോഷത്തിൽ ഒരു കലാകാരി, പെരുമ്പാവൂരെ സംഗീത കലാകാരി എന്ന ഒരു അംഗീകാരം, അവരുടെ ആ ഒരു അംഗീകാരത്തിന് ഞാൻ ഒരുപാട് സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കലാകാരന്മാർ, വളരെ കലയെ സ്നേഹിച്ചിരുന്ന ആളായിരുന്നു. ഒരുപാട് ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏകദേശം 5 വയസ്സ് തൊട്ട് എനിക്കിപ്പോൾ 60 വയസ്സായി. 60 വയസ്സ് വരെ ഈ സംഗീതം എനിക്ക് തുടർന്ന് കൊണ്ടുപോകാൻ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചത് എല്ലാം ഈ നാട്ടുകാരുടെ എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ അംഗീകാരത്തിന് ഞാൻ വളരെയേറെ വില നൽകുന്നു, സന്തോഷം നൽകുന്നു. ഈ കഥകളി ക്ലബിന് ഇനി ഒരുപാട് മുന്നിലേക്ക് ഒരുപാട് കലാകാരന്മാർക്ക് വേദിയായി അവർക്കൊരു മുന്നിലേക്ക് പോകാനുള്ളൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. അടുത്തതായി ശ്രീമതി ഗിരിജ ടീച്ചറെ 2 വാക്ക് സംസാരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ഒറ്റവാക്കിൽ സ്നേഹവന്ദനം. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, എൻ്റെ ജീവിതചക്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യ ദിനമാണ്. ഇങ്ങനെ ഒരു ആദരവ് ആദ്യമായിട്ടാണ് ഞാൻ വാങ്ങുന്നത്. അതും ഈ പെരുമ്പാവൂരിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന, പ്രശസ്തി ആർജിക്കുന്ന ഒരു കഥകളി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ആദരവ്, അപ്രതീക്ഷിതമായിട്ട് വന്നുപെട്ട ഈ ആദരവിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. എല്ലാം മാതാ, പിതാ, ഗുരു, ദൈവം, അവരുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടും നമ്മുടെ കുടുംബത്തിൽ കിട്ടുന്ന അങ്ങേയറ്റത്തെ സപ്പോർട്ട് കൊണ്ടുമാണ് ഇന്നൊരു മ്യൂസിക് ടീച്ചറായിട്ടും കുറച്ച് ശിഷ്യ പരമ്പരകളെ വാർത്തെടുക്കാനും സാധിച്ചത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതിലുപരി സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരും. അതുകൊണ്ട് ഈ അംഗീകാരം വളരെ അമൂല്യമായ ഒരു രത്നമായി ഞാൻ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട്, എത്രത്തോളം കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചെടുക്കാമോ അത്രത്തോളം പ്രായമായി. എനിക്ക് 70 വയസ്സായി. ടീച്ചർ വയസ്സ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്കിപ്പോൾ 70 years ഓൾഡ്. എന്നാലും ഞാനിപ്പോഴും എൻ്റെ മനസ്സിനെ ഒരു 40 yearsലേക്ക് കൊണ്ടുവരുവാണ് മ്യൂസിക് ക്ലാസ്സിലൂടെ. അങ്ങനെ ആ മ്യൂസിക് ക്ലാസ് തളരാതെ കൊണ്ടു നടന്ന് എനിക്കറിവുള്ള ചെറിയ അറിവുകളെ ആത്മാർത്ഥമായിട്ട് പകർന്നു നൽകിക്കൊണ്ട് എന്നിലുള്ള വിദ്യയെ വർദ്ധിപ്പിക്കാനും കൂടി ഞാൻ അത് ഉപകരിച്ചുകൊണ്ടും ഇവിടെ ഇങ്ങനെ ഒരു അംഗീകാരം നമുക്ക് നൽകിയ കഥകളി ക്ലബിനോടും മറ്റ് ഇതിൻ്റെ പിന്നിൽ മുഖ്യ കണ്ണികളായിട്ട് പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരോടും, നാട്ടുകാരോടും, കഥകളി ആസ്വാദകരോടും എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ഗിരിജ ടീച്ചർ. ശ്രീമതി ശാരദ ബാൽ ടീച്ചറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു.
വേദിയിലിരിക്കുന്ന ഗുരുക്കന്മാർക്കും അതേപോലെ ഹാളിൽ സന്നിഹിതരായിട്ടുള്ള കലാസ്നേഹികൾക്കും പിന്നെ കഥകളി ക്ലബിൻ്റെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി ആൻഡ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഈ ക്ലബിൻ്റെ ഇന്നത്തെ പരിപാടിയിൽ ആദരിക്കൽ ചടങ്ങിൽ ഒരു ഭാഗവത്താവാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് ഞാൻ ക്ലബിലെ എല്ലാവരോടും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. പിന്നെ മാത്രമല്ല, ഞാൻ എൻ്റെ കുടുംബം പാലക്കാട് സംഗീത കുടുംബമാണ്. പിന്നീട് പാലക്കാടിലെ ഈ പരമേശ്വര ഭാഗവതറിന് പണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവാണ് എൻ്റെ അമ്മ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് സംഗീതത്തിൽ കേട്ട് പരിചയമാണ്. ഞങ്ങൾക്ക് അധികം ഒന്നും പഠിക്കാനൊന്നും പറ്റിയില്ല. ദെൻ ഇവിടെ വന്ന പിന്നെ ഫസ്റ്റ് ഞാൻ ചന്ദ്രമന നാരായണ നമ്പൂർ സാറിൻ്റെ അടുത്ത് ആദ്യം ചേർന്നു. കുറച്ച് പഠിക്കുമ്പോഴത്തേക്ക് സാറിന് ജോലി കിട്ടി കോഴിക്കോട്ടേക്ക് പോയി. പിന്നീട് ഞാൻ രാജലക്ഷ്മി ടീച്ചർ അതേപോലെ വാസുദേവ സാറിൻ്റെ അടുത്തേക്ക് സംഗീതം പഠിച്ചു. പിന്നീട് സാറ് വന്ന ശേഷം ഞാൻ വീണ്ടും സാറിൻ്റെ അടുത്ത് തന്നെ ജോയിൻ ചെയ്തു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 74 years old now. ദെൻ ഈ വേദിയിൽ നിന്നിങ്ങനെ സംസാരിക്കാനും ഈ ഉപകാരം വാങ്ങുന്നതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയതിനും ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ വേദിയിലുള്ള ടീച്ചറുണ്ട്, ആ ടീച്ചറുടെ സംഗീത ടീച്ചറുടെ അനുഗ്രഹം കൂടി എനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. അടുത്തതായി പെരുമ്പാവൂരിൻ്റെ തെലുങ്ക് കുറി ശ്രീമതി ചിത്ര സുകുമാരൻ ചേച്ചിയെ ഈ വേദിയിലേക്ക് മറുപടി പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഇങ്ങനെ ഒരു ഉപഹാരം തന്ന് കഥകളി ക്ലബ്ബ് എന്നെ ഇവിടെ അനുമോദിച്ചതിൽ കഥകളി ക്ലബിനുള്ള എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുമോ എന്നറിയില്ല, നിങ്ങളെല്ലാവരും പറയുന്നത് ഞാൻ സുമതി ടീച്ചറിൻ്റെ ശിഷ്യയാണ്. സത്യമാണ്. പക്ഷേ എൻ്റെ നൃത്തപഠനം തുടങ്ങിയത് ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ ഈ സ്റ്റേജിൽ വിജയലക്ഷ്മി അമ്മാൾ എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ കീഴിലാണ്. 7 വയസ്സുകാരിയെ നൃത്തം പഠിപ്പിക്കാനായി എൻ്റെ അമ്മയും, എൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കേണ്ടത്, എൻ്റെ അമ്മയും അച്ഛനും ചേർത്തത് ഈ ഫൈൻ ആർട്സ് സൊസൈറ്റിയിലാണ്. അന്ന് ഇവിടെ സിമെൻ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റേജിൽ അന്ന് വേണമെങ്കിൽ ലൈവ് ഓർക്കസ്ട്ര എന്ന് പറയാം. ടീച്ചറിൻ്റെ അനിയൻ പാടും, മൃദംഗം വായിക്കും. അങ്ങനെയാണ് ഞങ്ങളിവിടെ നൃത്തപഠനം തുടങ്ങിയത്. അതിനുശേഷം ക്ലാസിക്കൽ നൃത്തരൂപമായ ഭരതനാട്യവും മോഹിനിയാട്ടവും തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ സുമതി ടീച്ചറിൻ്റെ അടുത്ത് ഒരു 8 വയസ്സുകാരിയായിട്ട് പോയത്. പിന്നീട് ഒരുപാട് കാലം സുമതി ടീച്ചറിൻ്റെ ശിഷ്യയായി തീർന്നു. എന്നെ പെരുമ്പാവൂർ ജനിച്ചില്ലെങ്കിലും പെരുമ്പാവൂരിൻ്റെ മരുമകളായിട്ട് ഇവിടെ വന്നതിന് ശേഷം കലയെ ഏറെ താല്പര്യത്തോടെ കണ്ടിരുന്ന ചെങ്ങനാട്ട് കുടുംബത്തിൽ കലയെ ഏറെ താല്പര്യത്തോടെ സ്വീകരിച്ച് ഞാൻ നൃത്തം ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ, ഇപ്പോൾ അപർണ പറഞ്ഞ പോലെ നൃത്തം ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണം കഴിച്ച ഞാൻ സൂചേട്ടൻ എന്ന് വിളിക്കുന്ന സൂചേട്ടനാണ്. ഞാൻ ഇന്ന് എന്താണ് ഈ നൃത്തരൂപത്തിൽ നിന്ന് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുൻപിലും പിന്നിലും ഇടത്തും വലത്തും അല്ല. അപ്പോൾ എനിക്ക് ഭാഗ്യമായിരിക്കും പെരുമ്പാവൂരിൻ്റെ മരുമകളായി വരാൻ സാധിച്ചത്. പിന്നീട് അപർണ പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് നടന കൈരളിയിൽ മോഹിനിയാട്ടം പഠിക്കാനും അമന്നൂർ ചാക്യാർ ആശാൻ്റെ അഭിനയ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മോഹിനിയാട്ടത്തിൻ്റെ ഉപരിപഠനത്തിൻ്റെ ഭാഗമായിട്ട് സോപാന ശൈലിയിൽ കേരളീയ സംഗീതത്തിൽ കേരളീയ താളങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മോഹിനിയാട്ടം കൂടുതൽ പ്രശസ്തി ഏറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കാവാലം സാറിൻ്റെ അടുത്ത് പോകുന്നത്. അങ്ങനെയാണ് മോഹിനിയാട്ടത്തിൻ്റെ ഒരു തനത് ശൈലിയായ സോപാന ശൈലിയിൽ മോഹിനിയാട്ടം ഏതാണ്ട് 26-27 രാജ്യങ്ങളിൽ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത്. കഴിഞ്ഞ കൊല്ലം നമ്മളുടെ മഹാകുംഭമേളയിലും ഹിസ് ഹോളിനസ് 14th ദലൈലാമയുടെ 90ാമത് ബർത്ത്ഡേയിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മോഹിനിയാട്ടം ചെയ്യാനായിട്ട് അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ ഗുരുതുല്യരായ എൻ്റെ ഗുരുക്കന്മാരുടെ എന്നെ പഠിപ്പിച്ചു തന്നത് എനിക്ക് ഭംഗിയായി സ്റ്റേജിൽ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ്.
അപർണ പറഞ്ഞ പോലെ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കട്ടെ. ഞങ്ങൾ അമ്മന്നൂർ ചാക്യാരോട് ചോദിക്കുമായിരുന്നു, അന്നൊന്നും പുറത്ത് കൂടിയാട്ടം പോവില്ല, എന്തിനാണ് നിലവിളക്കിന് മുമ്പിൽ ചെയ്യുന്നത്? ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ടു വർക്ക് ഹാർഡ് ആൻഡ് ഗോഡ് ഹാസ് ടു ബെനിഫിറ്റ് യു എന്നാണെന്ന് വേണുജി ഇംഗ്ലീഷിൽ വേൾഡ് തിയേറ്റർ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞങ്ങളെന്നും പ്രാക്ടീസ് ചെയ്യുക, പുതിയ പുതിയ ഐറ്റങ്ങൾ ചിട്ട ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ബഹുമതി കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്കാണ് മോഹിനിയാട്ടത്തിനെ കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്നും ഏതാവശ്യത്തിനും വിളിച്ചാൽ എന്ത് സന്തോഷത്തോടെ പറയുന്ന വസന്തേച്ചിയും രേഖയും, ഇത്ര കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ കണ്ട അപർണയുടെയൊക്കെ മുമ്പിൽ, എൻ്റെ അമ്മയുടെ മുമ്പിൽ, എൻ്റെ 38 years ആയിട്ടുള്ള മൈ ബ്യൂട്ടിഫുൾ ലവിൻ്റെ മുമ്പിൽ എനിക്കിങ്ങനൊരു ഉപഹാരം നൽകി ആദരിച്ചതിന് കഥകളി ക്ലബിലെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, humbled and honored to be here. That's all. Thank you. നർത്തകിയും നൃത്താധ്യാപികയുമായ ശ്രീമതി ചിത്രചേച്ചിയുടെ വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. കഥകളി ആസ്വാദകനും മർച്ചൻ്റ് നേവി ചീഫ് എഞ്ചിനീയറുമായിട്ടുള്ള ബഹുമാനപ്പെട്ട സുരേഷ് പിഷാരടി ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പത്മതീർത്ഥങ്ങളിൽ സന്ധ്യ എന്ന ബുക്ക് ഈ വേദിയിൽ ഇന്ന് വനിതാ ദിനത്തിനോട് അനുബന്ധിച്ച് നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന കൊച്ചു കലാകാരികൾക്ക് സമർപ്പിക്കുന്നതാണ്. ഈ ബുക്ക് സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വസന്ത ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ബുക്ക് സ്വീകരിക്കുന്നതിനായി കുമാരിമാർ ശ്രീനന്ദയെയും ദുർഗ പിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ ഇന്ന് അണിനിരുന്ന എല്ലാ സ്ത്രീരത്നങ്ങൾക്കും എല്ലാവർക്കും കൃതജ്ഞത അർപ്പിക്കുന്നതിനായി മായ വിനോദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന സമാരാധ്യരായ ആസ്വാദകർ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ആകെ 2 മിനിറ്റ് സമയമാണ് തന്നിരിക്കുന്നത്. കാരണം ഒരു കഥകളി വേഷം ഒരുങ്ങാനുള്ള ബുദ്ധിമുട്ട്, അതിന് പിന്നിലെ പ്രയാസങ്ങൾ എല്ലാം കഥകളി ക്ലബ്ബ് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാണ് മനസ്സിലാക്കുക? അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്ദി പറഞ്ഞ് തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായി സ്ത്രീകളെ ശക്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വനിതാ ദിന ആഘോഷങ്ങൾ, ആചരണങ്ങൾ തുടങ്ങിയത്. നമുക്ക് ഭാരതീയർക്ക് ഇത് പണ്ടേ അറിയാം. കാരണം എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന് പറഞ്ഞിട്ടുള്ള നാടാണ് നമ്മുടെ ഭാരതം. ഇവിടെ ഇരിക്കുന്ന, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഏതൊക്കെ നിലയിൽ അവർ കഴിവ് തെളിയിച്ചവരാണ് എന്ന് നമുക്കറിയാം. ഓരോരുത്തരെ കുറിച്ച് വ്യക്തമായിട്ട് എടുത്ത് പറയണം എന്ന ആഗ്രഹമുണ്ട്. അപർണ പറഞ്ഞു, അപർണയെ നേരത്തെ അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ പേര് വിളിക്കുന്നത്. അപ്പോൾ മുഖ്യ പ്രഭാഷകയായ അപർണ പറഞ്ഞു, സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടാണ് അവർ കലാരംഗത്ത് പിടിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അതുതന്നെയാണ് സ്ത്രീകളുടെ കഴിവും. ഓരോ സ്ത്രീയും കലാരംഗത്ത് പിടിച്ചു നിൽക്കുന്ന സ്ത്രീ എന്ന് മാത്രമല്ല, ഓരോ സ്ത്രീയും വിവിധങ്ങളായ കഴിവുകളുടെ വിളനിലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. പല 3 വർഷങ്ങളായി വനിതാ ദിനം പെരുമ്പാവൂർ കഥകളി ക്ലബ്ബ് ആഘോഷിക്കുന്നു, വനിതകളെ ആദരിക്കുന്നു. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ പെരുമ്പാവൂർ കഥകളി ക്ലബിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും നേരം ക്ഷമയോട് കൂടിയിരുന്ന ഓരോരുത്തർക്കും, ആസ്വാദകരായ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
പൊതുസമ്മേളനം അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി നളചരിതം 2-ാം ദിവസം കഥകളിലെ ഏറ്റവും പ്രിയങ്കരിയും പ്രശസ്തിയുമായ അഡ്വക്കേറ്റ് രഞ്ജിനി സുരേഷ് കാട്ടാളനായി അഭിനയിക്കുന്ന നളചരിതം 2-ാം ദിവസം കഥയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. കാട്ടാളൻ അഡ്വക്കേറ്റ് രഞ്ജിനി സുരേഷ്, ദമയന്തി കുമാരി ധന്യ ഹരിശങ്കർ.